ജനിച്ചു പോയൊരു താഴ്ന്ന ജീവനക്കാരനായതിൻ്റെ അത് വലിയൊരു കലാകാരൻ്റെ അനിയനല്ലേ, ജനം അംഗീകരിച്ചല്ലേ. കലാഭവൻ മണി മരിച്ചിട്ട് വന്ന ജനക്കൂട്ടം ഉമ്മൻചാണ്ടി മരിച്ചിട്ട് പോലും ഉണ്ടായില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അത്രയും സംവിധാനം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അംഗീകരിക്കണം. അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ ജാതി ഭേദമെന്നെ എതിർക്കണം. ആ നീചമായ പ്രവൃത്തികൾ, അവരെ വളരെ മോശമായ വാക്കുകളാണ്. അവരവർക്കും മരുമകൾ വരെ കേസ് കൊടുത്തിട്ടുണ്ട്, സ്വന്തം മകൻ്റെ ഭാര്യ. എന്തവരോടെ കുറിച്ച് പറയുക? നമുക്ക് വളരെ മോശമായ അഭിപ്രായങ്ങളോടുള്ളൂ. ഇന്ന് ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾക്ക് മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ കണ്ടമാനം ചൂഷണം ഭരണാധികാരിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, കേന്ദ്രത്തിൽ നിന്ന്. അതുമാത്രമല്ല, ഇന്ന് അവർ പറയുന്ന വർത്തമാനം എന്താണ്? മനുഷ്യൻ്റെ കളറിനെ കുറിച്ച് പറയുന്നു, സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ നമുക്കതിൽ വളരെയധികം അവരോട് വളരെ എതിർപ്പുണ്ട്. അവരെ നിയമപരമായിട്ട് എന്തെങ്കിലും ശിക്ഷ സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അങ്ങനെ ഒരു മനുഷ്യനെ നിശ്ചിതമായിട്ട് വിമർശിക്കാൻ കഴിയില്ല. RLV രാമകൃഷ്ണൻ എന്ന് പറഞ്ഞത് ഒരു പ്രഗത്ഭനായ ഒരു നർത്തകനാണ്. ഒരുപാട് കലാകേന്ദ്രങ്ങളിൽ പുള്ളി പരിപാടികളൊക്കെ അവതരിപ്പിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത്രയും മോശമായ രീതിയിൽ ഒരു അഭിപ്രായം പറയുന്നത് ആ കലാമണ്ഡലത്തിലെ ഒരു സീനിയർ നർത്തകിയും അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇങ്ങനെ മോശം അഭിപ്രായം പറയുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. അത് തന്നെ ഒരു വ്യക്തിയെയും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഒരിക്കലും ഒരാളും നിന്ദിച്ച് പറയരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സമൂഹത്തിൽ നമ്മുടെ കേരളത്തിലല്ലേ, നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് സവർണ എല്ലാ ജാതി മതത്തിലുള്ളവരാണ്. അവർക്ക് കറുപ്പ്, വെളുപ്പ്, ഇരുനിറങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ ഈ ഭാരതത്തിൽ യോജിച്ചതാണ്. അതിനെ ഒരിക്കലും തള്ളിപ്പറയുന്നതും പിന്നെ ഒരു കുറ്റകരമായ രീതിയിൽ പറയുന്നതും മോശമായി അഭിപ്രായം പറയുന്നതും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആ ഒരു പ്രസ്താവന മാറ്റാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ആ പ്രസ്താവന മാറ്റാൻ ശരിയില്ല, ഞാനത് വീണ്ടും അങ്ങനെ തന്നെ പറയും എന്നാണ് ആ മാഡം പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റല്ല, അത് തിരുത്തി പറയണം. ജനങ്ങളുടെ മുമ്പിൽ അത് തിരുത്തി പറയണം.